ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ദിവസം വന്നിട്ട് ശിശുദിനായതുകൊണ്ട് തന്നെ വെള്ളം ഇട്ടിട്ട് ഞങ്ങൾ നേഴ്സറിയിലേക്ക് പോവാണ് കേട്ടോ. ഇന്നലെ തന്നെ ടീച്ചർ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശിശുദിനായതുകൊണ്ട് വെള്ളയും ഇട്ടിട്ട് വേണം കേട്ടോ എല്ലാവരും വരാമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഉള്ള വെള്ള ഡ്രസ്സൊക്കെ കുത്തി കയറ്റിയിട്ട് ഞങ്ങൾ നേഴ്സറിയിലേക്ക് എത്തി. അപ്പോൾ തലേ ദിവസം നമ്മുടെ ഇലക്ഷൻ്റെ പരിപാടി ആയതുകൊണ്ട് തന്നെ ആകെ എന്താ പറയുക അലങ്കോലമായിട്ടാണ് കേട്ടോ നേഴ്സറിയൊക്കെ കിടക്കണത്. അപ്പോൾ വന്ന രക്ഷിതാക്കളും ടീച്ചറൊക്കെ കൂടിയിട്ട് ആകെ അടുക്കി പറക്കി ഒരു വിധം ആക്കുകയാണ്. ആമി എന്നെ വിടാൻ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ ആമീനെയും ഒക്കെ പിടിച്ചിട്ട് ഞാനിങ്ങനെ ഒരു കസാരയിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചറൊക്കെ വന്നപ്പോൾ ആമി കുട്ടിക്ക് ഒരു തൊപ്പിയും റോസാപ്പൂവും തന്നിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും തൊപ്പിയും റോസാപ്പൂ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തൊപ്പി വെച്ചപ്പോൾ എനിക്ക് ശരിക്കും എന്താ പറയുക ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. കാരണം ഓൾറെഡി അവൾ മുട്ടടിച്ചതാണ്. ഗാന്ധിജി അപ്പൂപ്പൻ്റെ പോലെയും ചാച്ചാച്ചിയുടെ പോലെയൊക്കെ ഓരോ കുട്ടികളെയൊക്കെ ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ചിട്ട് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ആമിക്കുട്ടിക്ക് കിട്ടിയ പാട് തന്നെ അവൾ എന്താ റോസാപ്പൂക്കെ പിച്ചി പറിച്ച് കളയായിരുന്നു. അങ്ങനെ റോസാപ്പൂക്കെ മേടിച്ച് ഞാൻ കയ്യിൽ വെച്ചു കേട്ടോ. അപ്പോൾ തൊപ്പി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവൾ ഊരി മാറ്റിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം തന്നെ അവൾ വെച്ചിരുന്നായിരുന്നു കേട്ടോ. അവൾ ഓർമ്മ വിട്ടു എന്നാണ് തോന്നുന്നത് തൊപ്പി തലയിലുള്ള കാര്യം. അപ്പോൾ അത് കുറേ കുട്ടികളുണ്ടായിരുന്നു, അവിടെ രക്ഷിതാക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ് അല്ലേ. പ്രത്യേകിച്ച് ആമിക്കുട്ടിക്ക് കുട്ടികളായിട്ട് കളിക്കാനും പിടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കേസാണ്. അപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയുള്ള കസാരയിലൊക്കെ ഇരുന്നിട്ട് ടാറ്റയൊക്കെ തരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. മക്കളേനൊക്കെ ആദ്യമായിട്ട് സ്കൂളിലൊക്കെ കൊണ്ടിരുത്തുമ്പോൾ നേഴ്സറിയിലൊക്കെ കൊണ്ടിരുത്തുമ്പോൾ കിട്ടുന്നൊരു പ്രത്യേക സന്തോഷമില്ല. ആ ഒരു ഇതാണ് കേട്ടോ എനിക്കുണ്ടായത്. കാരണം നമ്മൾ കുട്ടികളുടെ ഒക്കെ കൂടെ ഇങ്ങനെ അടങ്ങി കസാരയിലൊക്കെ ഒതുങ്ങിയിരിക്കുമ്പോൾ എന്താ പറയുക, അത് ഓരോ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. അത് അനുഭവിച്ചാൽ തന്നെ മനസ്സിലാവത്തുള്ളൂ ആ ഒരു സന്തോഷം. അപ്പോൾ ആമിക്കുട്ടി പിന്നെ അപ്പുറത്ത് ഇരിക്കുന്ന ചേട്ടനോട് ഇങ്ങനെ സുന്ദര തക്കുടു എന്തൊക്കെയോ വിളിക്കുന്നുണ്ടായിരുന്നു. ചുച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കവളിലൊക്കെ ഇങ്ങനെ ചുച്ചോ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലെയൊക്കെ ആക്കിയിട്ട് അവൾ കളിക്കുമായിരുന്നു കേട്ടോ. ചെക്കന്മാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കണം. ഈ നമ്മുടെ ആദിക്കുട്ടനും ആമീനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അവിടെ തന്നെ വന്ന് തോണ്ടും പിടിക്കും, എന്താ പറയുക കവളുമ്പോൾ ഇങ്ങനെ പിടിക്കും തോണ്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴാണ് അപ്പുറത്തിരിക്കണം നമ്മുടെ ഉണ്ണിച്ചക്കൻ്റെ കയ്യിൽ ഒരു മിഠായി കണ്ടത്. പിന്നെ അവൾക്ക് അത് വേണം, ജംസ് മിഠായി അത് കിട്ടിയേ പറ്റുള്ളൂ. അങ്ങനെ അവർ കഴിക്കുമ്പോൾ അവൾക്ക് ഒരെണ്ണം കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മക്കളെല്ലാവരും കൂടി പാട്ട് പാടി. പാട്ടൊക്കെ പാടി കഴിഞ്ഞപ്പോൾ പിന്നെ മിഠായി കൊടുത്തു തുടങ്ങിയിട്ട് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കൊക്കെ. ആമിക്ക് പിന്നെ മിഠായി കിട്ടിയ പിന്നെ പറയണ്ടല്ലോ, അവൾക്ക് അപ്പം പൊളിച്ച് കിട്ടണം, അല്ലെങ്കിൽ പിന്നെ അവൾ കരഞ്ഞു കൊള്ളാക്കും. അപ്പോൾ മിഠായി പൊളിച്ചതാണെന്നാണ് കേട്ടോ പറയണത്. ഭയങ്കര സന്തോഷമായിരിക്കണം മിഠായി കിട്ടിയപ്പോൾ. അപ്പോൾ അത് പൊളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്തിട്ട്. അപ്പോൾ മിഠായിയൊക്കെ പൊളിച്ചിട്ട് വായിലിട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വായിന്ന് എനിക്ക് മിഠായി കാട്ടിത്തരാണ്ട ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ. അത് കഴിഞ്ഞപ്പോൾ ഒരു റാലി പോലെ പോകണമെന്ന് പറഞ്ഞിട്ട് എല്ലാ കുട്ടികളേനെയും ചെരുപ്പൊക്കെ ഇടിച്ചിട്ട് ഫ്ലാഷ് കാർഡൊക്കെ ഉണ്ടാക്കിയിട്ട് പ്ലക്കാർഡൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ നിർത്തിയിട്ടുണ്ട്, വരിയായിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആമിക്കുട്ടീനെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്താനാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അവൾ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ എൻ്റെ അടുത്തേക്ക് അങ്ങ് ഓടി വന്നു കേട്ടോ. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയൊക്കെ നിൽക്കുമെങ്കിലും കുറേ കഴിഞ്ഞ് ചിലപ്പോൾ വയലൻ്റ് ആവാൻ ചാൻസ് കൂടുതലാണ് ആമിക്കുട്ടി കണ്ടത്. ഇതിലിപ്പോൾ ആമിക്കുട്ടീനെ കാണാനില്ല, ആമിക്കുട്ടീൻ്റെ ഒക്കത്താണ് കേട്ടോ കരഞ്ഞ് പിഴിഞ്ഞിട്ട് എൻ്റെ ഒക്കത്ത് കയറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചർമാർ മറ്റേ ഇതിലുണ്ടല്ലോ ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ റാലി പോലെ ഇങ്ങനെ നടത്തിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പാട്ടൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. കാരണം വല്ല കോപ്പിറൈറ്റ് കയറി കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. നമ്മുടെ മക്കളുടെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ശിശുദിനം ആയതുകൊണ്ട് എല്ലാവരും ഇതുപോലെ എല്ലാ നഴ്സറിയിലും സ്കൂളിലൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. എല്ലാ കുട്ടികളും കണ്ടു വെള്ളയൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട് എല്ലാവരെയും കാണാനായിട്ട്. പിന്നെ ആമിക്കുട്ടി കസാരയൊക്കെ അടക്കി ഒതുക്കി വെക്കുകയാണ് കേട്ടോ. ചേട്ടന്മാർ ചീണ് കണ്ടപ്പോൾ അതേപോലെ ആമിയും ചെയ്യാണ്. എന്താ പറയുക, ഒരാൾ ചീണ് കണ്ട് അതേപോലെ അവൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതേപോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ പറയാനും ശ്രമിക്കാറുണ്ട് കേട്ടോ.
അത് ഭയങ്കര ഒരു എന്താ പറയുക, അങ്ങനെ എല്ലാ കുട്ടികളും അങ്ങനെ ചെയ്യണമെന്നില്ല. കാരണം എൻ്റെ പല ഫ്രണ്ട്സിൻ്റെയും കുട്ടികൾ ഇപ്പോഴും മര്യാദയ്ക്ക് സംസാരിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഓരോരുത്തരും ഓരോ സമയത്തേക്കായിരിക്കും. ആമിക്ക് 1 വയസ്സ് 1.25 വയസ്സായപ്പോഴാണ് ആമിക്ക് പല്ലെന്നെ മുളച്ചിട്ടുള്ളത്. പക്ഷെ അതിന് മുന്നേ ഒരു വയസ്സിന് മുന്നേ അവൾ വർത്തമാനം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലേക്ക് ആയിരിക്കും. ചിലവർ ഇപ്പോഴും മര്യാദയ്ക്ക് നടക്കാൻ തുടങ്ങിയിട്ടില്ല, വർത്തമാനം പറയാൻ തുടങ്ങിയിട്ടില്ല, അച്ഛ അമ്മ എന്ന് മാത്രമേ പറയത്തുള്ളൂ. ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും. അതൊന്നും പേടിക്കൊന്നും വേണ്ട കേട്ടോ. പിന്നെ ആമിക്കുട്ടിക്ക് ഇപ്രാവശ്യം അമൃതം പൊടിയല്ല ഉള്ളത്, നമ്മുടെ പച്ചരിയും ഉഴുന്നല്ല, പരിപ്പുണ്ടല്ലോ, പായസപ്പരിപ്പുണ്ടല്ലോ, അതും ശർക്കരയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പരിപ്പ് കിട്ടിയപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു പരിപ്പ് പായസം വയ്ക്കാമെന്ന് പിറ്റേ ദിവസം. അപ്പോൾ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസത്തെ വീഡിയോ പരിപ്പ് പായസം ഉണ്ടാക്കുന്ന വീഡിയോ ആയിരിക്കും കേട്ടോ മിക്കവാറും. അപ്പോൾ അത് ആമിക്കുട്ടിക്ക് ഈ ഒരു വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും കേട്ടോ. എനിക്ക് പേടിയായിരുന്നു ഇങ്ങനത്തെ ഒരു വണ്ടിയിൽ ഇരുത്താനായിട്ട്. അവൾ 1 വയസ്സിലൊക്കെ ഞങ്ങൾ ഓങ്ങല്ലൂർ വീട്ടിലുള്ള സമയത്ത് അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടിയുടെ ഇങ്ങനത്തെ വണ്ടി ഉണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് മര്യാദയ്ക്ക് കയറി ഇരിക്കാനോ തന്നെ ഇറങ്ങാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവൾ തന്നെ കയറി ഇരിക്കും, തന്നെ ഇറങ്ങുമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ആമിക്കുട്ടി ഇങ്ങനത്തെ ഒരു വണ്ടി മേടിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ മാസം തന്നെ മേടിക്കാൻ പറ്റട്ടെ കേട്ടോ. അപ്പോൾ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, 3-4 വട്ടമൊക്കെ ഇരുന്ന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പോലെയാണ് ആമി ഇരുന്ന് ഓടിക്കുകയൊക്കെ ചെയ്യണത്. എനിക്ക് കണ്ടപ്പോൾ അതിശയമായിട്ടോ. കാരണം ഇങ്ങനെ ചക്രമൊക്കെ ഇങ്ങനെ കറക്കി അവൾ കാലുകൊണ്ടൊക്കെ തുഴഞ്ഞ് നീങ്ങണത് കാണുമ്പോൾ എന്താ പറയുക, വണ്ടി ഓടിക്കാനൊക്കെ അവൾ പഠിച്ചിറക്കണു. അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു വണ്ടിയും കൂടി എൻ്റെ മോൾക്ക് മേടിക്കണം. ഏട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വൈകാതെ നമുക്ക് അങ്ങനത്തെ ഒരു വണ്ടി മേടിക്കാം. അപ്പോൾ ആമിക്കുട്ടിക്ക് ഒരു സർപ്രൈസ് പോലെ കൊടുക്കാനൊക്കെയാണ് വിചാരിച്ചേക്കണത്. അപ്പോൾ നമ്മുടെ ശിശുദിനത്തിൻ്റെ വ്ളോഗായിരുന്നു ഇന്നുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.